നമ്മെ സഹായിച്ച, നമ്മെ അനുഗ്രഹിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മുടെ സകല ആവശ്യങ്ങൾക്കും അടുത്ത സഖിയായി കൂടെ ഇരുന്ന, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ചിരുന്നപ്പോൾ, ഒരു കണ്ണിനും അലിവ് തോന്നാതിരുന്നപ്പോൾ, പ്രൈസ് ഗോഡ്, നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ ദൈവം, ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവനെ നമുക്ക് ആരാധിക്കാം. ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിൻ്റെ വചനം, അതിവേഗം ഓടുന്ന വചനം ചെന്ന് സൗഖ്യം വിടുതലും കൽപ്പിക്കട്ടെ. നമുക്ക് ചെന്ന് തകർക്കാൻ കഴിയാത്ത വിഷയങ്ങളെ, പാറയെ തകർക്കുന്ന വചനം, ദൈവത്തിൻ്റെ വചനം, പാറയെ തകർക്കുന്ന ചുറ്റികയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്ന് തകർക്കട്ടെ. വനങ്ങളെ തോലിരിക്കുന്ന, കാദേശ് മരുവിനെ നടുക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടെ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. 124, 125 രണ്ട് സങ്കീർത്തനങ്ങൾ ചേർന്ന് നമ്മൾ വായിച്ചത്. 124ൻ്റെ ജസ്റ്റ് കണ്ടിന്യൂവേഷനാണ് 125. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻസൈറ്റ് കിട്ടും. സങ്കീർത്തനത്തെക്കുറിച്ചല്ല, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്. നമുക്ക് വേണ്ടത് അതാണ്, ഒരു ലിറ്ററൽ സ്റ്റഡി അല്ല. പ്രൈസ് ഗോഡ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഒരു പുതിയ കുറേ പോയിന്റുകളല്ല നമുക്ക് വേണ്ടത്. പ്രൈസ് ഗോഡ്. കുറച്ചുകൂടെ ഈ സങ്കീർത്തനെക്കുറിച്ചുള്ളൊരു പഠനം ലഭിച്ചിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വാചാലമായി സംസാരിക്കാനുള്ളൊരു അറിവല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ സങ്കീർത്തന ശുശ്രൂഷയിൽ കൂടെ എന്താണ്, ഞാൻ പറയാം, നമുക്കൊരു വിടുതൽ വേണം, ഒരനുഗ്രഹം വേണം, ഒരു സൗഖ്യം വേണം. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിനെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പറയണം, കർത്താവേ, നിന്നെക്കുറിച്ചൊരു വെളിപ്പാട് ഞങ്ങൾക്ക് തരണമേ, തിരുവചനത്തിൽ കൂടെ തരണമേ. ആ വെളിപ്പാടിൽ എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മറക്കുവാൻ, ഭാരങ്ങൾ മറക്കുവാൻ എന്നെ സഹായിക്കണമേ. ആ വെളിപ്പാടിൽ എൻ്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ നമ്മൾ ഈ സങ്കീർത്തനം ഒന്ന് പഠിച്ചാൽ തീർച്ചയായിട്ടും കുറേ പോയിൻ്റുകളല്ല, ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായും ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും, നിങ്ങളെ തൊട്ട് സംസാരിക്കും. ദൈവശബ്ദം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലായി ഭവിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ 124, 125 ആരോഹണ ഗീതങ്ങളെന്ന സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് നമ്മൾ വായിക്കുന്നു. 124, 125 ആരോഹണ ഗീതങ്ങളെന്ന തലക്കെട്ടിലാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ ഒന്നുകൂടെ വേദപുസ്തകത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ ആരോഹണ ഗീതങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ ഈ 2 മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെ മുമ്പിലും പുറകിലുമായി മൊത്തം 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങൾ എന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. 15 സാംസ്, 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങൾ, അസെൻഡിങ് സാംസ്. പ്രൈസ് ഗോഡ്. ആരോഹണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ഥാനാരോഹണം, സ്ഥാനത്തേക്ക് കയറി പദവിയിൽ ഇരിക്കുന്ന പരിപാടിയാണ് സ്ഥാനാരോഹണം. പ്രൈസ് ഗോഡ്. ക്ലൈംബിങ് ആൻഡ് സിറ്റിംഗ് ഇൻ ദ ത്രോൺ. കയറി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വാക്കാണ്, അർത്ഥം വരുന്നൊരു വാക്കാണ് സ്ഥാനാരോഹണം. പ്രൈസ് ഗോഡ്. അതുപോലെ പ്രൈസ് ഗോഡ്, ഈ ആരോഹണ ഗീതമെന്ന് പറഞ്ഞാൽ അത് താഴുന്ന ഒരു പ്രതലത്തിൽ നിന്ന് ഒരു ഉയർന്ന പ്രതലത്തിലേക്ക്, ഫ്രം എ ലോവർ പ്ലെയിൻ ടു എ ഹയർ പ്ലെയിൻ, നമ്മളെ കൊണ്ടുപോകുന്ന ദൈവവചനമാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ ചിന്തിച്ചാൽ ഈ സങ്കീർത്തനം ഇവിടെ ഇരിക്കുന്ന സകലർക്കും അനുഗ്രഹമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ 15 സങ്കീർത്തനങ്ങൾ ഈ പേരിലുണ്ട്.
ഈ സങ്കീർത്തനം 15 സങ്കീർത്തനങ്ങൾ 15 സ്റ്റെപ്സാണെന്ന് വിചാരിക്കും. ആരോഹണ ഗീതം പാടുന്നത് ഉയരത്തിലേക്ക് പോകാനാണെന്നും വിചാരിക്കും, സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, 5-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരുത്തൻ, നിങ്ങളത് ചിന്തിച്ച് നോക്കി. ഈ സങ്കീർത്തനത്തിൽ ദൈവകൃപ കണ്ടെത്തി അനുഗ്രഹം പ്രാപിച്ചാൽ അവൻ ഒരു സ്റ്റെപ്പ് കൂടെ മേളിൽ കയറും, 6-ലെത്തും. പ്രൈസ് ഗോഡ്. വേറെ ഒരാൾ 1-ാമത്തെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ, അവനും ഈ സങ്കീർത്തനം വായിച്ച് ഇതിൽ നിന്ന് കേട്ട് ആശ്വാസം പ്രാപിച്ച് ബലം പ്രാപിക്കാനിടയായാൽ പുള്ളി 2-ാമത്തെ സ്റ്റെപ്പിൽ കയറും. പ്രൈസ് ഗോഡ്. ഇനി 3-മതൊരുവൻ സ്റ്റെപ്പിലേ കയറിയിട്ടില്ല, ഒരു സ്റ്റെപ്പിലും കയറിയിട്ടില്ല, 15 സ്റ്റെപ്പിലും താഴെയാണ് പുള്ളി നിൽക്കുന്നത്, നിലത്ത് താഴെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹം വന്നാൽ അവൻ സ്റ്റെപ്പിൽ കയറും. ഇനി ഏത് അനുഭവത്തിലാണെങ്കിലും നിന്നെ ഇന്ന് ഈ സങ്കീർത്തനം ഒരു സ്റ്റെപ്പെങ്കിലും മേളിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു ഉയർച്ചയിലേക്ക് നടത്താൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ വചനത്തെ കൈക്കൊള്ളണം, ഇത് ഏറ്റെടുക്കണം. അങ്ങനെ വചനം ഏറ്റെടുക്കുന്നവർക്കാണ് വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നമ്മുടെ അനുഗ്രഹത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വചനം നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്റ്റെപ്പിൽ നിന്നും ഒരു പടി കൂടെ മേളിലോട്ടല്ലാതെ താഴോട്ട് പോകുന്ന പ്രശ്നമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പകല് ഈ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നമ്മൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പ്രമോഷൻ നമുക്ക് ദൈവം തരണം. ഹല്ലേലൂയ. രോഗിയായി കിടക്കുന്നവർക്ക് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ സൗഖ്യമാണ്. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർക്ക് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായൊരു ഉയർച്ചയാണ്. കടഭാരത്തിലിരിക്കുന്നവർക്ക് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കടത്തിൽ നിന്നുള്ള വിടുതലാണ്. കുടുംബ പ്രശ്നത്തിലായിരിക്കുന്നവർ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവുമാണ്. തലമുറകളുടെ വിഷയത്തിൽ വിടുതൽ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു നല്ല മാറ്റം ഉണ്ടാവുകയാണ്. പ്രൈസ് ഗോഡ്. ആത്മീയ വിഷയത്തിലൊരു പ്രമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആത്മീയമായി ഒരു പടി കൂടെ മെച്ചപ്പെടുന്ന ഒരു അനുഭവമാണ്. ഭൗതികത്തിലായാലും ആത്മീയത്തിലായാലും ഈ ദൈവം ഇന്ന് എനിക്ക് ഒരു ആരോഹണ ഗീതം തന്നിട്ടുണ്ടെങ്കിൽ നീതിമാൻ്റെ ഗതി മേലോട്ടെന്നത് ഞാൻ അനുഭവിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ദൈവവചനം അത് പറയുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പകല് സങ്കീർത്തനം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഏത് അവസരത്തിൽ പാടാനുള്ളതാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷേ വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ 150 സങ്കീർത്തനങ്ങളും പാടാനുള്ള ചില ഒക്കേഷൻസ് ഉണ്ട്. ആ സന്ദർഭങ്ങളിലാണ് ഈ സങ്കീർത്തനങ്ങൾ പാടുന്നത്. നമ്മുടെ പാട്ടുപുസ്തകത്തിനകത്ത് പല പാട്ടുകളില്ലേ. ഇത് യഹൂദൻ്റെ പാട്ടുപുസ്തകമാണ്, എബ്രായരുടെ പാട്ടുപുസ്തകമാണ്. എബ്രായരുടെ ദൈവമായ യഹോവയെ, നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന പാട്ടുപുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 150 പാട്ടുള്ളത്. ഷാദിനിറക്കിയ ഈ പുസ്തകത്തിനകത്ത് 1500 എത്ര ഷാ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ 1000 അല്ലേ, 1000 പാട്ട് ഇതിനകത്തുണ്ട്. പക്ഷേ എബ്രായരുടെ പാട്ടുപുസ്തകത്തിനകത്ത് 150 പാട്ടുണ്ടായിരുന്നു. ഈ 1000 പാട്ടും ഈ 150 പാട്ടിൻ്റെയൊക്കെ സങ്കീർത്തനത്തിൻ്റെ ഓരോ വരിയെന്നൊക്കെ ഉണ്ടാക്കിയതാണ്. പോട്ടെ. അപ്പം ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയെ ആരാധിപ്പാൻ ഇസ്രായേലിന് ലഭിച്ച പുസ്തകം, അതിനകത്തുള്ള പാട്ടുകൾ എഴുതിയതിൽ ഭൂരിഭാഗവും എഴുതിയത് രാജാവായിരിക്കുന്ന ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹമായിരിക്കുന്ന പ്രൈസ് ഗോഡ് ഹല്ലേലൂയ യേശുവിൻ്റെ മുൻഗാമി എന്ന് പറയുന്ന ദാവീദാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ദാവീദ് തീർന്നില്ല. മോശ, ശലോമോൻ, ആസാഫ്, കോരഹപുത്രന്മാർ, ഇങ്ങനെ വിവിധ നിലവാരത്തിലുള്ള ദേവദാസന്മാർ എഴുതി ചേർത്ത് കമ്പൈൽ ചെയ്ത് ഒറ്റ പുസ്തകമാക്കിയതാണ് സങ്കീർത്തന പുസ്തകം. ഈ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന പുസ്തകത്തിനകത്ത് ആരാധനാ ഗീതങ്ങളുണ്ട്, ശിശുപ്രതിഷ്ഠ ഗീതങ്ങളുണ്ട്, ഭവനപ്രതിഷ്ഠയ്ക്കുള്ള ഗീതങ്ങളുണ്ട്, ശവസംസ്കാരത്തിനുള്ള ഗീതങ്ങളുണ്ട്, ഹല്ലേലൂയ, തിരുവത്താഴത്തിനുള്ള പാട്ടുകളുണ്ട്.
ഇങ്ങനെ തിരിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ സങ്കീർത്തനത്തെയും പല വിഭാഗങ്ങളാക്കി തിരിച്ച് സന്ദർഭമനുസരിച്ച് ഇവർ പാടി ആരാധിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ പാടി ആരാധിച്ചിരുന്ന ബേസ് എന്ന് കുട്ടി സച്ചിൻ ബേസ് മാത്രം, ബേസ് മാത്രം. അങ്ങനെ പാടി ആരാധിച്ചിരുന്ന സ്ഥാനത്ത് ഇവരുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ 150 സങ്കീർത്തനങ്ങളിൽ നിന്ന് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളെന്ന് അറിയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പ്രൈസ് ദൈവത്തിൻ്റെ വചനത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, ആണ്ടിൽ 3 പ്രാവശ്യം 12 ഗോത്രങ്ങളിൽ നിന്നും സഹോദരന്മാർ, പുരുഷന്മാർ തങ്ങളുടെ ഗ്രാമങ്ങൾ വിട്ട്, പട്ടണങ്ങൾ വിട്ട്, തങ്ങളായിരിക്കുന്ന താമസ സ്ഥലം വിട്ട് യെരൂശലേമിൽ ചെല്ലണം. യെരൂശലേമിൽ ചെല്ലുമ്പോൾ യെരൂശലേമിൻ്റെ ആലയം ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. യെരൂശലേമിൽ പോയിട്ടുള്ളവർക്ക് കാണാം, ഇന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആലയമില്ല, മലയുണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വരുന്ന 12 ഗോത്രങ്ങളിൽ നിന്നുള്ള ദൈവഭക്തന്മാർ ഈ മല കയറുമ്പോൾ ക്ഷീണിക്കാതിരിക്കാൻ പാട്ടുകൾ പാടിക്കൊണ്ട് കയറും. പ്രൈസ് ഗോഡ്. നമുക്കറിയാമല്ലോ, ശബരിമലയിൽ പോകുന്നവൻ ശരണം വിളിച്ചുകൊണ്ട് കയറുന്നത് ക്ഷീണിക്കാതിരിക്കാനാണ്. മലയാറ്റൂർ മല കയറുന്നവർ ശരണം വിളിച്ചുകൊണ്ട് കയറുന്നുണ്ട് ഇന്ന്, അതിന് തുല്യമായി ക്ഷീണിക്കാതിരിക്കാനാണ്. പ്രൈസ് ഗോഡ്. അതുപോലെ ഇസ്രായേൽ മക്കൾ യെരൂശലേമിലേക്ക് കയറുമ്പോൾ പാടി ദൈവത്തെ സ്തുതിച്ചു വന്ന സങ്കീർത്തനമായിരുന്നു 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ. ഇത് മുകളിലേക്ക് കയറുമ്പോൾ പാടിയതായതുകൊണ്ടാണ് ഇതിന് ആരോഹണ ഗീതമെന്ന് പേർ വന്നത്. പ്രൈസ് ഗോഡ്. അപ്പം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുമ്പം ഞാൻ വിചാരിക്കുന്നു, ഞാനിപ്പോൾ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് അല്പം കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയരുവാനിടയാണ്. സച്ചിൻ ഇവിടെ വന്നിട്ടൊന്ന് ശരിയാക്കി തന്നത് പറ്റിയല്ല. നമ്മൾ ദൈവസന്നിധിയിലേക്ക്, എൻ്റെ മോണിറ്ററിൽ ശരിയാക്കിയാൽ മതി. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലണം. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഈ മുഴക്കമില്ലാതെ ശരിയായി ഇവിടെ വന്നാലേ ശരിയാകത്തുള്ളൂ. ഇത് നോക്ക്, ഇവിടെയല്ല, അവിടെയല്ല, ഇവിടെ പ്രോബ്ലം. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇത് 124 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തിൽ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ ആരാണ്? ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ജാതി. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ജാതി പറയേണ്ടത് എന്തെന്നാൽ, ഇപ്പം നമ്മളെ ബാധിക്കുന്നതാണോ ഇത്? നമ്മളെ ബാധിക്കുമോ? ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കുന്നവരൊരു സ്തോത്രം പറഞ്ഞ്, എന്നാൽ നിന്നെ എന്നെ ബാധിക്കുന്നതായത്. പ്രൈസ് ഗോഡ്. ഈ 124 125 സങ്കീർത്തനങ്ങൾ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ എഴുതിയിരിക്കുന്നത്. സച്ചിൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഇവിടെ വന്ന പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പോയിരുന്നാൽ മതി. കമോൺ, യു കം ആൻഡ് യു ഓൺലി അണ്ടർസ്റ്റാൻഡ്. പ്രൈസ് ഗോഡ്. മനസ്സിലായി? നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി അത് മാറണം. അതൊരു അനുഗ്രഹമായി മാറിയിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അതാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ പഠനം നമുക്കൊരു അനുഗ്രഹമാകണം. അങ്ങനെ ഒരു അനുഗ്രഹമായി തീർന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പം ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നൊരു സങ്കീർത്തനമായത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഒരു കണ്ടീഷണലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അടുത്ത് വായിക്കുന്നത്. വായിച്ചേ. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നു എങ്കിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, മനുഷ്യൻ നമ്മളോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. പ്രൈസ് ഗോഡ്.
നമ്മുടെ പക്ഷത്ത് ദൈവം ഇല്ലായിരുന്നെങ്കിൽ പറയാൻ പറ്റുമോ? എൻ്റെ യേശു എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ മുടിക്കുവാനും അറുക്കുവാനും ചീന്തിക്കളയുവാനും നശിപ്പിക്കാനും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്റെ ജീവനെ നശിപ്പിക്കാൻ, നിന്റെ സമ്പത്ത് നശിപ്പിക്കാൻ, നിന്റെ കുടുംബം നശിപ്പിക്കാൻ, നിന്റെ തലമുറകളെ നശിപ്പിക്കാൻ ശത്രു ശ്രമിച്ച സ്ഥാനത്ത്, വീഴ്വണ്ടക്കവണ്ണം ശത്രു തള്ളിയ സ്ഥാനത്ത് എൻ്റെ യേശു എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പകലിങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമായിരുന്നു. പ്രൈസ്. കോമളം വന്നിട്ടുണ്ടോ? കോമളം ഒന്ന് കൈവയ്ക്കുണ്ടെങ്കിൽ. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ഈ സഹോദരിയുടെ മകള് കോണിപ്പടിയിൽ നിന്ന് താഴെ പോയി. പ്രൈസ് ഗോഡ്. ഇരുന്നാൽ മതി, കുഴപ്പമില്ല. എന്തും സംഭവിക്കാമായിരുന്ന സ്ഥാനത്ത് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ഉള്ളം കയ്യിൽ താങ്ങുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ഇന്നലെ എന്നെ വിളിച്ച് അരഞ്ഞു പോയി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മഹാസംഭവം നടന്നു. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഞാനിതൊരു ഉദാഹരണം പറയുക. ഒരു കാര്യത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിനൊരു മറുപടി കിട്ടിയാൽ വിളിച്ചു പറയാനുള്ള അടിസ്ഥാനപരമായ ഒരു ചുമതല കൂടെ നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. മനസ്സിലായോ? അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേരാ നന്ദികേട്, വേറെ ഒന്നുമല്ല. പ്രാർത്ഥിക്കാൻ ഒരാളോട് വിളിച്ചു പറഞ്ഞാൽ പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കാൻ ഒരു വിഷയം വിളിച്ചു പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ അതിന് പ്രാർത്ഥിച്ചു എത്ര നേരം പ്രാർത്ഥിക്കും? അതിനൊരു നീക്കം ഉണ്ടായോ എന്ന് അറിയുന്നത് വരെ. ഒരു നീക്കം കണ്ടാൽ അപ്പോൾ പ്രാർത്ഥിച്ചവനെ വിളിച്ചു പറയാൻ. പക്ഷെ കുഴപ്പമെന്നറിയാമോ? നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകം മുഴുവൻ വിളിച്ചു പറയും. പ്രശ്നം വരുമ്പോൾ ഒരു 50 പേരോടെങ്കിലും പറയും. പ്രശ്നം പരിഹരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഏത് വെടിയാ ഏറ്റെന്നൊരു പിടിയുമില്ല. പിന്നെ ആരോടാ വിളിച്ചു പറയുന്നത്? ശരിയായെന്ന് ആരോടാ പറയുന്നത്? ആദ്യം ആ പരിപാടി അവസാനിപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളവനോടല്ലാതെ, നല്ല നിശ്ചയമുള്ളവനോടല്ലാതെ ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഇത് ആത്മീയ പോരാട്ടമാണ്, വടംവലിയല്ല. വടംവലിയാണെങ്കിൽ ബാടാ ഒരു കൈ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കുറേ പേര് എല്ലാവരും വലിച്ചിപ്പുറത്തിടാൻ പറ്റും. അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു സത്യം കൂടെ പറയാം. പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിൽ നല്ലൊരു ശതമാനവും, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനവും പ്രാർത്ഥിക്കൊന്നുമില്ല. വളരെ ചുരുക്കം പേരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കത്തുള്ളൂ. അത് ദൈവങ്ങൾ മനസ്സിലാക്കി വേണം വിളിച്ചു പറയാൻ. കാണുന്നവരുടെ മുഴുവൻ ഉള്ള ഫോൺ നമ്പർ മുഴുവനും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിട്ട് പിന്നെ നന്ദി പറയാൻ പറ്റുകയില്ല. കാരണം എവിടെ ഞാൻ പറഞ്ഞ ഏത് വെടിയാ ഏറ്റതൊരു പിടിയുമില്ലെന്ന്. എന്നാൽ ബോധ്യമുള്ള ഒരാളോട് വിളിച്ചു പറഞ്ഞു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. രണ്ടുപേരെ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആൾക്കൂട്ടം വേണ്ട. ഒരു വിഷയത്തിന് മറുപടി കിട്ടാൻ ആൾക്കൂട്ടമല്ല വേണ്ടത്, ഐക്യതയുള്ള രണ്ടുപേര് മതി. ഇത് മനസ്സിലാക്കി ഐക്യമുള്ളവരെ കണ്ടുപിടിച്ചോണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഹല്ലേലൂയ ദൈവം സഹായിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നത് കേട്ടോ. നിന്റെ സമാധാനം കെടുത്താൻ, നിന്റെ സന്തോഷം കെടുത്താൻ, നിനക്ക് നഷ്ടം വരുത്താൻ, നിന്റെ പ്രാണനെ വരെ കൈകാര്യം ചെയ്യാൻ ശത്രു ശ്രമിച്ച സ്ഥാനത്താണ് നമ്മൾ ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നത്. നിന്നെ അപകടത്തിൽ ചാടിക്കുവാൻ, പ്രശ്നങ്ങളിൽ ചാടിക്കുവാൻ, പ്രതികൂലങ്ങളിൽ ചാടിക്കുവാൻ ശത്രു ശ്രമിച്ച സ്ഥാനത്താണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബൈക്കിൻ്റെ നേരെ അവൻ വല്ലയിടത്തോട് നോക്കി വരിക. നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? നേരെ വന്ന് എൻ്റെ വണ്ടി കയറിയാലും ഈ ആരാധനയ്ക്ക് ഇന്ന് ഇതുപോലെ വന്ന് സന്തോഷത്തോടെ സുവിശേഷത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ സുവിശേഷ ഗീതങ്ങളുടെ ആത്മാവിൽ ആരാധനയുടെ ഒരു പങ്കാകാൻ എനിക്ക് പറ്റുമായിരുന്നു. പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താ പറ്റിയത്? ദൈവം കാത്തു. ദൈവം കാത്തു. എൻ്റെ ദൈവം എന്നെ കാത്തുവെന്ന് എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും? അതെ, ശത്രു തകർത്ത് കളയാൻ നോക്കിയ സ്ഥാനത്ത് ദൈവം എന്നെ കാത്തു. ഇത് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ എൻ്റെ പക്ഷത്ത്
ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൊന്നിട്ട് തിന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭേദമാണെന്ന് പറയുന്നത്. ജീവനോടെ വിഴുങ്ങും എന്ന് പറഞ്ഞാൽ എല്ലാം അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഇഞ്ചിഞ്ചായി ജീവൻ പോവും. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവം എന്നെ സഹായിച്ചു. 4 വിധത്തിൽ ദൈവം എന്നെ സഹായിച്ചെന്ന സങ്കീർത്തനക്കാരനോട് പറഞ്ഞിരിക്കുന്നത്. നോക്കി എന്തൊക്കെയാണ്. 1, അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു. പിന്നെ അടുത്ത വാക്യം, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. അടുത്ത വാക്യം, നദി നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കേണ്ട ഒരു സത്യമുണ്ട്. അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അത് ശരിയാണെന്ന് മനസ്സിലാകുകയും ചെയ്യും. എന്നറിയാമോ, എന്തെങ്കിലും ഒരു അനുഗ്രഹം വരുന്നതിന് മുമ്പാണ് തകർക്കുവാൻ ശത്രു ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്കും നിനക്കും വാഗ്ദത്ത നാടിൻ്റെ വക്കത്തെത്തി കഴിയുമ്പോഴാണ് പ്രൈസ് ഗോഡ് ഒരു യെരിഹോ, എനിക്ക് ഒരു യോർദാൻ നദി എനിക്ക് തടസ്സമായി നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്ത് പ്രയോജനം? എനിക്ക് അക്കരെ നോക്കിയാൽ യെരിഹോ കാണാം, വാഗ്ദത്ത നാട് കാണാം, എനിക്ക് പിടിക്കേണ്ട പട്ടണം കാണാം, എൻ്റെ അവകാശം കാണാം, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണാം. പക്ഷേ അതെൻ്റെ കൈവശം വരാതെ വണ്ണം എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാതെ, ഞാൻ ചെന്ന് അത് കൈവശമാക്കാതെ തടസ്സമായി എൻ്റെ മുമ്പിൽ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ജീവിതത്തിലൂടെ തിരിഞ്ഞു നോക്കിയേ. പലതും വക്കത്ത് വന്നിരിപ്പില്ലേ? വിടുതലിൻ്റെ വക്കത്ത് വന്നിരിപ്പില്ലേ? കാണാൻ പറ്റുന്നില്ലേ? പക്ഷേ ഒരു ചെറിയ ദൂരം, 40 വർഷം താണ്ടിയ മരുഭൂമിയുടെ ദൂരം നോക്കുമ്പോൾ അതെല്ലാം അതിജീവിച്ചെത്തി. ഇനി ഒരു ദൂരമുണ്ട്. ഇത് അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ 40 വർഷം നടന്നത് വെറുതെയാകും, നീ കഷ്ടപ്പെട്ടത് വെറുതെയാകും, നീ ഇറങ്ങിയത് വെറുതെയാകും, നീ വേർപെട്ടത് വെറുതെയാകും, നീ സ്നാനപ്പെട്ടത് വെറുതെയാകും. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്ത് വില കൊടുത്തും ഈ തടസ്സത്തെ ഞാൻ മറികടന്ന് എൻ്റെ വാഗ്ദത്തം എൻ്റെ കൈവശമാക്കുമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മോശയോട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. യോശുവയോട് പറഞ്ഞു, യോശുവ കാലേബിനോട് പറഞ്ഞു, കാലേബ് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറ്റുള്ളവരോട് പറഞ്ഞു, ഇനിയും അധികം ദേശം നമുക്ക് കൈവശമാക്കാനുണ്ട്. നിനക്ക് കൈവശമാക്കാൻ ഇനിയും ചിലത് കിടപ്പുണ്ട്. നിന്റെ മുമ്പിൽ കിടപ്പുണ്ട്, നിന്റെ ദേശത്ത് കിടപ്പുണ്ട്, നിന്റെ ചുറ്റും കിടപ്പുണ്ട്, നിന്റെ വലഭാഗത്ത് കിടപ്പുണ്ട്, നിന്റെ ഇടത്ത് ഭാഗത്ത് കിടപ്പുണ്ട്. ഈ കിട്ടിയതൊന്നും പോരാ, ഇനിയും ചിലത് നീ കൈവശമാക്കണം. ഉടബല ഹതുര ജപനകരകര രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം. പ്രൈസ് ഗോഡ്. കാനാവിലെ കല്യാണത്തിന് ആദ്യം വിളമ്പിയ വീഞ്ഞിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാളുകൾ നീ കണ്ടതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ചതിനേക്കാൾ മെച്ചമായതാണ് നിനക്ക് വേണ്ടി ഇനിയും വരാമെന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. ബെറ്റർ ഈസ് യെറ്റ് ടു കം. എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ വിശ്വാസി വന്ന 1972 ഒക്ടോബർ മാസം 2-ാം തീയതി, സ്നാനപ്പെട്ടത് ഡിസംബർ മാസം 31-ാം തീയതി, അഭിഷേകം പ്രാപിച്ചത് മെയ് മാസം 10-ാം തീയതി പിറ്റേ വർഷം. പ്രൈസ് ഗോഡ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഹല്ലേലൂയ, 1972 മുതൽ 2013 വരെയുള്ള 41 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ നന്മയേക്കാൾ വലിയൊരു നന്മയാണ് ഇനി എനിക്ക് കിട്ടാനുള്ളത്.
ഇത് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരെന്ന് എനിക്കറിയത്തില്ല. ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്, ഇത് സ്വർഗത്തിന്റെ പ്രമാണമാണ്, ഇത് ദൈവവചനത്തിന്റെ നിലപാടാണ്. നിനക്ക് ഇതുവരെ കിട്ടിയതിനേക്കാൾ, ഇതുവരെ നീ പ്രാപിച്ചതിനേക്കാൾ മെച്ചമായ ഒന്ന്, ബെറ്ററായ ഒന്ന് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ കണ്ടതിനേക്കാൾ ബെറ്റർ ഇന്ന്, ഇതിനേക്കാൾ ബെറ്റർ നാളെ, അതിനേക്കാൾ ബെറ്റർ മറ്റന്നാൾ, അതിനേക്കാൾ ബെറ്റർ മുമ്പോട്ട് പോകും തോറും അങ്ങനെ ചെന്ന് 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 മരണ യോർദാൻ കടന്നു കഴിയുമ്പോൾ കിട്ടുന്നത് ഇന്ന് വരെ കിട്ടിയതിനേക്കാൾ, ഇന്ന് വരെ പ്രാപിച്ചതിനേക്കാൾ, ഇന്ന് വരെ അനുഭവിച്ചതിനേക്കാൾ ബെറ്റർ 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 നിത്യതയിൽ പോലും നിനക്ക് ഒരുക്കിയിരിക്കുന്നത് ഇതിനേക്കാൾ ബെറ്റർ. ആമേൻ. ഞാൻ ചുമ്മാ പറയുകയല്ല, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾ എന്നോട് യോജിക്കുമെങ്കിൽ സമ്മതിച്ചാൽ മതി. രക്ഷിക്കപ്പെട്ട കാലത്ത് പ്രാപിച്ചതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഓക്കെ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ ബെറ്റർ ആണെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എടാ, അടുത്ത വർഷം ഇതിനേക്കാൾ ബെറ്റർ ആണെന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. I remove all the obstacles, I remove all the blocks, I remove all the hindrances. ആമേൻ. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കുക, എൻ്റെ കാര്യത്തിൽ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ശരിയായാൽ ബാക്കി ശരിയാകുമെന്ന്, ഒരു ചെറിയ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടിയാൽ ഞാൻ അപ്പുറത്ത് ചെല്ലുമെന്ന്. എന്താണെന്നറിയാമെങ്കിൽ ആ ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക, എന്നെ ഇപ്പുറത്തിട്ടേക്കുകയാണ്, എന്നെ അപ്പുറത്ത് കൊണ്ടുപോകുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, നിന്നെ അക്കരെ എത്തിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ അപ്പുറത്ത് കടത്തുന്നൊരു ദൈവമുണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ വെട്ടിമാറ്റുകയാണ്, തടസ്സങ്ങൾ ഞങ്ങൾ വെട്ടിമാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വെട്ടിമാറ്റുകയാണ്. ശക്തിയോടെ ആരാധിക്കാം. ചില തടസ്സങ്ങൾ ദൈവം വെട്ടിമാറ്റുന്ന ദിവസമാകട്ടെ. മകളക ദഗുനക ദലബല ഹത്തുര അർദല ജബന ദലബല ഹത്തര സന്തൽ ഖൗഡേ ജബരക ദഗല സന്തൽ ഖൗഡ ജബനക ദഗല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളോട് പറയുന്നത് എനിക്ക് അറിയത്തില്ല. എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ ചില നന്മകൾ, മുമ്പിൽ കിടക്കുന്ന നന്മകൾ തടുത്ത് വച്ചിരിക്കുന്നത്, അതിജീവിക്കുന്ന ദിവസങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നെങ്കിൽ ഏറ്റെടുത്താൽ മതി. നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നെങ്കിൽ ഏറ്റെടുത്താൽ മതി. നിന്റെ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കുന്നതിന് തടസ്സമായി ശത്രുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണെങ്കിൽ പോലും വിഷയമല്ല. ആരാധിച്ച് ജയിക്കാൻ വചനം കേട്ട് ആരാധിക്കണം. എൻ്റെ ദാസന്മാർ ഭക്ഷിച്ച് ആരാധിക്കും. അപ്പോൾ അതുകൊണ്ട് വചനം കേട്ട് ആരാധിച്ച് നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയേ പോകാവൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന വിഷയം മനസ്സിലാക്കണം. എൻ്റെ വിടുതൽ തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഫയൽ ഒപ്പിടാൻ കയറ്റി വച്ചിട്ടുണ്ട്, പക്ഷെ ഒപ്പിട്ടിങ്ങ് ഇറങ്ങുന്നില്ല. എനിക്കുള്ള ഓർഡർ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ റിലീസ് ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. എനിക്കുള്ള വഴി അവിടെ കിടപ്പുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. എനിക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുന്നു.
ഇത് തുറന്ന് കിട്ടിയാൽ ഞാൻ അപ്പുറത്ത് കിടക്കും, രക്ഷപ്പെടും, സഹായിക്കും, ദൈവം സഹായിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എത്തിയിരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം. എൻ്റെ ഈ തടസ്സങ്ങൾ ഇതാ മാറുന്നു, എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ മാറുന്നു, എൻ്റെ മുമ്പിൽ എനിക്ക് അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ മാറുന്നു. ആമേൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മാറുമോ? അങ്ങനെ വിചാരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മാറാൻ പോണില്ല. നിങ്ങൾ ചിലർ വിചാരിക്കുന്ന ഇവിടെ ഇങ്ങനെ ഈ പാസ്റ്റർ പറയുന്ന പോലെ അങ്ങോട്ട് വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം മാറുമോ? മറുപടി, നിങ്ങളുടെ പ്രശ്നം മാറാൻ പോകുന്നില്ല. ഈ ആരാധന കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ഇനി വേറൊരു ആരാധനയിൽ പോകണം. ഇനി വേറെ സ്ഥലത്തല്ല, ഇനി വേറൊരു ഞായറാഴ്ച വരണം. എന്നാൽ ഇന്ന് ഈ ആരാധനയിൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ, the name of Lord Jesus, the name of Lord Jesus of Nazareth I command, അഴിയട്ടെ, അഴിയട്ടെ, ബന്ധനങ്ങളും കെട്ടുകളും തടസ്സങ്ങളും ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഞാനീ പറയുന്നതിന് ദൈവവചനത്തിൽ നിന്നൊരു എൻ്റെ കൺവിക്ഷൻ ദൈവവചനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മർക്കോസ് 5-ാം അധ്യായം 25-ാം വാക്യം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 25. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. അവിടെ നിർത്തിയാട്ട്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ. 9 അഡ്ജക്റ്റീവ്സ്. പ്രൈസ് ഗോഡ്. അവളുടെ രക്തസ്രാവം മാറിയെന്ന്. ഏത് കഷായം കുടിച്ചിട്ടാ, ഏത് ഗുളിക തിന്നിട്ടാ, ഏത് ഇഞ്ചക്ഷൻ എടുത്തിട്ടാ, ഏത് ഓപ്പറേഷൻ കൊണ്ടാ? പ്രൈസ് ഗോഡ്. ഒരു ഇഞ്ചക്ഷനും ഉണ്ടായില്ല, ഒരു ഗുളിക ഉണ്ടായില്ല, ഒരു ഓപ്പറേഷൻ ഉണ്ടായില്ല, ഒരു ആശുപത്രിയിലും പോയില്ല. അവളോട് തന്നെ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്താ പറഞ്ഞറിയാമോ? ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഈ 12 വർഷമുള്ള എൻ്റെ പ്രശ്നം ഇപ്പം മാറും. മാറുമോ? നീ വിശ്വസിച്ചു തൊട്ടാൽ മാറും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകല് വിശ്വാസം വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. മാറിയിരിക്കും. അങ്ങനെ അവൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കി. കഷായം കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ എത്ര സന്തോഷമാണ് ദൂരെ നിൽക്കുന്ന യേശുവിനെ കണ്ടോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. ഇന്ന് പകൽക്കാലം യേശുവിനെ കണ്ടുകൊണ്ട്, യേശുവിനെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട് പോകാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ യേശുവിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ ഏത് തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണെങ്കിൽ തിക്കി തിരക്കി ചെന്ന് അവനെ ഒന്ന് തൊട്ടേളു ശക്തി അങ്ങ് പുറപ്പെട്ടു. കഷായം കൊണ്ട് നടക്കാത്തത്, ഇഞ്ചക്ഷൻ കൊണ്ട് നടക്കാത്തത്, റേഡിയേഷൻ കൊണ്ട് നടക്കാത്തത്, ഓപ്പറേഷൻ കൊണ്ട് നടക്കാത്തത്, ആ സെക്കൻഡ് കൊണ്ട് നടന്നത്. ഓർത്ത് ദൈവത്തെ ശ്രമിച്ചാരാധിക്കാമോ? അങ്ങനെ വിശ്വസിക്കാൻ ഇന്ന് പകല് എനിക്കും നിനക്കും കഴിയുമെങ്കിൽ ഇന്ന് സൗഖ്യമാണ്, ഇന്ന് വിടുതലാണ്, ഇന്ന് പരിഹാരമാണ്. ഇന്നത്തെ ആരാധനയിൽ എനിക്ക് വിടുതലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചുമ്മാ ഒരു കൈയടിച്ചൊരു സ്തോത്രം പറഞ്ഞാലും അങ്ങ് മാറാനുള്ളതേ ഉള്ളന്നേ. യേശുവിൻ്റെ നാമത്തിൽ ഇതിന് മാറാനുള്ളതേ ഉള്ളൂ. നിനക്ക് യേശുവിനാൽ കഴിയാത്ത വിഷയമില്ല.
യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല. യേശുവിന് അസാധ്യമായ ഒന്നുമില്ല. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം. എന്റെ ദൈവം എന്നെ നടത്തുന്നു. മക്കൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നേലും എല്ലാം കുറുങ്ങുകയില്ലായേ. ഭാരം പ്രയാസങ്ങൾ വന്നേലും എല്ലാം കുറുങ്ങുകയില്ലായേ. സമാധാനം എന്നെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സമാധാനം എന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതവൻ ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതവൻ ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. അപ്പൊ ചിലർക്ക് പ്രാപിക്കാൻ പറ്റും, ചിലർക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം കൂടെ പറയാം. 2 വീട് ഒരു സ്ട്രീറ്റിലുള്ള ഒരേപോലെ പണിതിരിക്കുന്ന, ഒരേ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത, ഒരുപോലെ ഒരേ സമയത്ത് പണിത 2 വീട്. രണ്ടും കംപ്ലീറ്റ് വയർ ചെയ്ത് ഫാൻ, സ്വിച്ച്, മോട്ടർ, ലൈറ്റ്, എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും ഇലക്ട്രോണിക് അപ്ലയൻസസും ഉണ്ട് ഒരു വീട്ടിൽ. 2 വീട്ടിലുണ്ട്. പക്ഷെ ഒരു വീട്ടുകാരൻ ഇതെല്ലാം വർക്ക് ചെയ്യിക്കുന്നു, അടുത്ത വീട്ടുകാരൻ ഇത് ഉണ്ടായിട്ട് ഒരെണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്തായിരിക്കും? പ്രൈസ് ഗോഡ്. ആദ്യത്തെ വീട്ടുകാരൻ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ഇലക്ട്രിസിറ്റി പോയി കാശടച്ച് ഒരു കഷ്ണം വയറ് കൊണ്ടുവന്ന് അവൻ്റെ വാതിൽക്കൽ കൂടെ പോകുന്ന കമ്പിയിലോട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റവന് എല്ലാം ഉണ്ട്, പക്ഷേ ഈ കണക്ഷൻ ഇല്ല. നിനക്ക് സൗഖ്യം തരുന്നത്, നിനക്ക് വിടുതൽ തരുന്നത്, നിന്റെ വിഷയത്തെ ചലിപ്പിക്കുന്നത്, നിന്റെ വെളിച്ചം വരുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ കണക്ഷൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത യേശുവിന്റെ വചനത്താൽ അവനുമായൊരു കണക്ഷൻ. ആ കണക്ഷൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കിട്ടിയാലും പോരാ, ഫ്യൂസ് പോകാതെ സൂക്ഷിക്കും കൂടെ വേണം. ഈ പാപം ഇതിൽ കൂടെ കയറി വന്നാൽ ഫ്യൂസ് പോകും. കാരണം ഈ കമ്പിയിലോട്ട് പോകാൻ പാടില്ല, കമ്പി വിശുദ്ധമാണ്. നിൻ്റെ അകത്ത് പാപം വന്നാൽ ഇത് അങ്ങോട്ട് പോകത്തില്ല, ഫ്യൂസ് അങ്ങ് പോകും. അതുകൊണ്ട് ആമേൻ, വീട്ടിലെല്ലാം ശരിയാണ്, കറങ്ങുന്നില്ല. കണക്ഷനും വയറും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം, വയറ് നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷേ അകത്ത് ഫ്യൂസ് പോയിരിക്കുകയാണ്. ആരാധനയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, വേദപുസ്തകം കയ്യിലുണ്ട്, ഉപവാസങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ശരിക്കും നടക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാട്ടുകൾ പാടി മക്കളും അപ്പനും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൈയടിച്ച് ആരാധിക്കുന്നുണ്ട്, കൺവെൻഷൻസിൽ പ്രസംഗിക്കുന്നുണ്ട്, ആ ഉപവാസ പ്രാർത്ഥനകളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്, വലിയ വലിയ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ലോകപ്രസിദ്ധ ക്രൂസൈഡുകളുടെ നേതാവായി നിൽക്കുന്നുണ്ട്.
ഓർഗനൈസർ ആകുന്നുണ്ട്, കൺവീനർ ആകുന്നുണ്ട്, പക്ഷെ വീട്ടിൽ കറങ്ങുന്നില്ല, വീട്ടിൽ വെളിച്ചവുമില്ല. കാരണം എന്നറിയാമോ? അകത്ത് ഫ്യൂസ് പോയി കിടക്കുകയാണ്. ഇന്ന് രാത്രി പകൽക്കാലം ഫ്യൂസ് കെട്ടാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ വീട്ടിന്റെ അവസ്ഥ മാറും, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറും, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ആമേൻ. അപ്പോൾ എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലെങ്കിൽ മനസ്സിലാക്കണം, മിക്കവാറും ഫ്യൂസ് പോയി കിടക്കുകയായിരിക്കും. പ്രൈസ് ഗോഡ്. അതൊന്നും കെട്ടാൻ വലിയ ചിലവൊന്നുമില്ല. കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കാൻ മതിയായത്. നീ ഇന്ന് ഏറ്റുപറഞ്ഞാൽ സകല പാപവും, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന സകല പാപവും ക്ഷമിക്കാൻ യേശു മതിയായവൻ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ ഈ ഫ്യൂസ് കെട്ടാൻ ഈ ഒരൊറ്റ പരിപാടി ചെയ്താൽ മതി. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ഇറക്കി കർത്താവെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടും പോയിട്ട് അപ്പുറത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകരുത്. ചിലർ ചെരുപ്പ് ഊരിട്ടേക്കുന്ന പോലെ അകത്തോട്ട് കയറുന്നത്, പാപവും പാപസ്വഭാവമൊക്കെ അവിടെ റാക്കിൽ വച്ചേച്ച് ഇങ്ങോട്ട് കയറും, തിരിച്ചു പോകുമ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകും. ആ പരിപാടി അല്ല ഇന്ന്. എന്നേക്കുമായി ചിലതിനോട് വിട പറയുവാൻ, ചില ദുഷിച്ച സ്വഭാവങ്ങളോട് വിട പറയുവാൻ, ചില ദുഷിച്ച സംസാര രീതികളോട് വിട പറയുവാൻ, ദുഷിച്ച ആഹാര രീതിയോട് വിട പറയുവാൻ, കുടിക്കുന്നതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, തിന്നുന്നതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, ഉടുക്കുന്നതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, കിടക്കുന്നതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, പന്നിക്കൂട്ടിൽ നിന്ന് വെളിയിൽ വരുവാൻ, വാളവര തിന്നുന്ന അനുഭവത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ എനിക്ക് നിനക്കും സാധിച്ചാൽ, തടിപ്പിച്ച കാളക്കുട്ടി, നേർമയേറിയ വസ്ത്രം, കാലിന് ചെരുപ്പ്, കൈക്ക് പൊന്മോതിരം, മകൻ എന്നുള്ള പദവി. ഇന്ന് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഫ്യൂസ് കെട്ട് അച്ചായോ, ഫ്യൂസ് കെട്ട് കൊച്ചമ്മേ, ഫ്യൂസ് കെട്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുമ്പോൾ വിശ്വാസത്താൽ ഈ 1 മണി വരെയുള്ള സമയം കഴിച്ചു കൂട്ടിയാൽ മതിയെന്ന് എൻ്റെ വിചാരം, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധനയ്ക്ക് നിൽക്കുമ്പം സാധാരണ ഒരു മനുഷ്യന് പരിഹരിക്കാൻ ശ്രമിച്ചാൽ 6 മാസമെങ്കിലും എടുക്കുന്ന ഒരു വലിയ വിഷയത്തിലാണ് ഞാനിവിടെ നിന്ന് ആരാധിക്കാൻ കഴിഞ്ഞ ആഴ്ച വന്നിവിടെ നിന്നത്. ഭയങ്കര വിഷയമായിരുന്നു. നിങ്ങൾ വേണേൽ ആരും നേരിട്ട് വന്നാൽ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ 10-15 മിനിറ്റ് എടുക്കും. ഭയങ്കര വിഷയമായിരുന്നു. ഒരു വിധത്തിലും അതിനൊരു സൊല്യൂഷൻ കാണാൻ ആര് സഹായിക്കാമെന്ന് പറഞ്ഞാലും നടക്കാത്ത പോലത്തെ ഒരു വിഷയമായിരുന്നു. പക്ഷേ പ്രൈസ് ഗോഡ്, ഞായറാഴ്ച ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്നൊരു കാര്യം പറഞ്ഞു, എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ചൊവ്വാഴ്ച അതിൻ്റെ ഏതാണ്ടൊരു നല്ല സൊല്യൂഷൻ കണ്ടു. ബുധനാഴ്ച പൂർണ്ണമായും ഞാൻ പരിഹാരവും കണ്ടു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, 3 ദിവസം കൊണ്ട്, കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധന കൊണ്ട് 6 മാസം കൊണ്ട് നടക്കാത്ത വിഷയം 3 ദിവസം കൊണ്ട് നടത്തിക്കൊണ്ട് നാം ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിഷയം എന്താണെന്നുള്ള പറയാം. 25-ാം തീയതി ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകണം. 25-ാം തീയതി വെളുപ്പിന്, അല്ലെങ്കിൽ 24-ാം തീയതി രാത്രി ഞാൻ ഗ്രേസിയും കൂടെ പിള്ളേരുടെ അടുത്തേക്ക് പോവുക. പ്രൈസ് ഗോഡ്. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിലാണ് അറിയുന്നത്, എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ പേജ് മുഴുവൻ തീർന്നു പോയി. ഇപ്പോൾ പുതിയ പാസ്പോർട്ട് എടുക്കണം, എന്നാലേ പോകാൻ പറ്റും. വിസ അടിക്കാൻ പേജില്ല, അല്ലെ സ്റ്റാമ്പ് ചെയ്യാൻ പേജില്ല. പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പുതിയ പാസ്പോർട്ട് തത്കാലം അപ്ലൈ ചെയ്ത് കൈ കിട്ടുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ആ പാസ്പോർട്ടിൽ പേര് മാറിപ്പോയി. തവിട് വാരി തിന്നാൻ പോലും അത് പിന്നെ കൊള്ളത്തില്ല. പ്രൈസ് ഗോഡ്. വെള്ളിയാഴ്ച മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്തു. പെട്ടെന്നൊന്നും നടക്കുന്ന വിഷയമല്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് വേറൊരു പാസ്പോർട്ട് എടുക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനെ പോലുള്ള ആളുകൾക്ക് നന്നായിട്ടറിയാം. പാസ്പോർട്ട് ഓഫീസുമായിട്ടും ട്രാവൽ ഏജൻസിയുമായിട്ടും പാസ്പോർട്ടുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട്. 10-16 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലെന്നറിയാം. പക്ഷേ ടെക്നിക്കലായിട്ട് ഒരു 3 പ്രോബ്ലം അതിനകത്ത് കയറി. ആ 3 പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടണമെങ്കിൽ 6 മാസം മിനിമം എടുക്കും. 6 ആഴ്ച ഷുവറാണ്. എനിക്ക് മനസ്സിലായി, ദൈവം ഇടപെട്ടല്ലാതെ ഇതിന് സഹായം കിട്ടത്തില്ല. പ്രാർത്ഥിച്ചു. ഞാൻ ചൊവ്വാഴ്ച രാത്രി AJ ഹോളിൽ വെച്ച് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞു, എൻ്റെ പ്രശ്നം ദൈവം പരിഹരിച്ചിരിക്കുന്നു. പരിഹാരം കിട്ടിയിട്ട് പറഞ്ഞതല്ല, വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്തത്. ബുധനാഴ്ച 11 മണിക്ക് പ്രശ്നം പരിഹരിച്ചു. പുത്തൻ പാസ്പോർട്ട് കയ്യിൽ കിട്ടും. ഇന്ന് പകൽക്കാലം നിന്നെ സഹായിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അസാധ്യം അസാധ്യം അസാധ്യമെന്ന് ആരൊക്കെ പറഞ്ഞാലും നിന്നെ കൊണ്ട് സാധ്യം 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 എന്ന് പറയിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ കേട്ടോ?
കേട്ടായിരുന്നു? ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേട്ടോ? അല്ല, കയ്യടിയുടെ ഇടയിൽ ഞാൻ മറന്നു കേൾക്കാതെ പോയെന്ന് അറിയാനാ. ഞാൻ ഒന്നുകൂടെ പറയാം. അസാധ്യം അസാധ്യം അസാധ്യമെന്ന് തലയിൽ കോമൺ സെൻസ് ഉള്ളവനും എക്സ്പീരിയൻസ് ഉള്ളവനും നിയമങ്ങളും എല്ലാം പറയുമ്പം പ്രൈസ് ഗോഡ്, നിനക്ക് സാധ്യം 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 എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്തുവാ അത്? യേശു. പിന്നെ വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നോട് പറയുന്നു എനിക്ക് അസാധ്യമെന്ന് നീ പറയുന്നത് എനിക്ക് സാധ്യമാണ്. എത്ര പേർക്ക് ആ വിശ്വാസം ഇന്ന് പകൽക്കാലമുണ്ട്? The faith, the faith, the faith. ആമേൻ. ഞാൻ പറയാം, വേദപുസ്തകം മുഴുവനും നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കാര്യം പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് യേശു മാർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം നിന്നെ തളച്ചിട്ടിരിക്കുന്ന, നിന്നെ തകർത്തിട്ടിരിക്കുന്ന ഏത് വിഷയമായാലും അതിന്മേൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും 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 കാണും. വിശ്വസിച്ചാൽ കേട്ടോ, വിശ്വസിച്ചാൽ. ഇതിനേക്കാൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഒരു പൈസയുടെ ചിലവില്ല വിശ്വസിക്കാൻ. എങ്ങും എഴുന്നേറ്റ് പോകണ്ട. ഇരുന്ന് ഇരിപ്പിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചാരിയായിരിക്കുന്നത്, അതും ആ ഇരിപ്പിലായാലും വേണ്ടുകയല്ല. വിശ്വസിക്കാമോ? വിടുതല യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പല വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതലായി ഭവിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ 12 വർഷം പഴക്കമുള്ള വിഷയത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് വിടുതൽ കിട്ടാൻ വേണ്ടി വിശ്വസിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് യായിറോസിനോട്, പ്രൈസ് ഗോഡ്, പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസിനോട്, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ടെന്ന് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞു. 5-ാം അധ്യായം 36, മർക്കോസ് 5:36. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു കള്ളം പറയുമോ? തെറ്റ് പറയുമോ? ജീസസ് വിൽ നെവർ ഗോ റോങ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മനസ്സിലായി? വേറെ ഒന്നും അതിനോട് ആഡ് ചെയ്യണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം മാത്രം മാത്രം. നമ്മുടെ എന്ത് വലിയ പദവിയാണ് നമ്മുടെ, അല്ലേ? ഒരു ചിലവുമില്ലാതെ ചുമ്മാ വിശ്വസിച്ച് കാര്യങ്ങൾ കാണാൻ. ഇന്ന് രാത്രി, ഇന്ന് പകല് നമ്മുടെ ഭാഗ്യപദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം 4 കണ്ടീഷനാണ് അവിടെ പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3-ാം വാക്യം തൊട്ട്, എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. മനസ്സിലായോ? നമുക്ക് വിഷയങ്ങൾക്കൊരു വിടുതൽ വരുമ്പോഴാണ് ഈ വെള്ളം പൊങ്ങുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. യോശുവ 3-ാം അധ്യായം 15-ാം വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ ഇസ്രായേൽ മക്കൾ ഇപ്പുറത്ത് നിൽക്കുക, അപ്പുറത്ത് വാഗ്ദത്ത നാട് കാണാം. യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ചെന്ന് അത് കൈവശമാക്കാൻ സാധിക്കാതെ വണ്ണം യോർദാൻ എൻ്റെ മുമ്പിൽ തടസ്സമായി നിന്നുകൊണ്ട് അതിൻ്റെ രൗദ്രഭാവം കാണിച്ച് തീരമെല്ലാം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി ഇത്രയും ദൂരമേ ഉള്ളൂ. ബാക്കി 40 വർഷം നടന്ന് പാഴാകാൻ പോകുക. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അടുത്ത വാക്യം വായിച്ചേ. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഇനി എവിടെ നിന്ന് വെള്ളം വരാനാ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രമാണമാകുന്ന പെട്ടകം ചുമരിൽ വെച്ചുകൊണ്ട് ദൈവവചനം വിശ്വസിച്ച് അനുസരിച്ചുകൊണ്ട് ആ വിശ്വാസത്താൽ ആമേൻ നിൻ്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന യോർദാൻ നദിയിലേക്ക് നിൻ്റെ കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്ന നിമിഷത്തിൽ
വയ്ക്കുന്ന നിമിഷത്തിൽ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പ് മാത്രം നീ എടുക്കുന്ന നിമിഷത്തിൽ അതുവരെ കരകവിഞ്ഞൊഴുകത്തക്കവണ്ണം, തീരം കഴിഞ്ഞൊഴുകത്തക്കവണ്ണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ നദിയുടെ ഒഴുക്ക് അവിടെ നിൽക്കും. ഇന്ന് പകൽ ചില ഒഴുക്ക് നിൽക്കും. ഇന്ന് ഈ ആരാധനയിൽ ചില ഒഴുക്ക് നിൽക്കും. ഞാൻ വിശ്വസിക്കുന്നു, എനിക്കെതിരായുള്ള ചില ഒഴുക്കുകൾ ഇന്നിവിടെ അവസാനിക്കാൻ പോകുകയാണ്. എൻ്റെ കുടുംബത്തിനെതിരായിട്ടുള്ള ഒഴുക്കുകൾ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. എൻ്റെ തലമുറകൾക്കെതിരായിട്ടുള്ള ചില ഒഴുക്കുകൾ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. എൻ്റെ ഐശ്വര്യത്തിനെതിരായിട്ടുള്ള, അഭിവൃദ്ധിക്കെതിരായി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില ഒഴുക്കുകൾ നിൽക്കണം. പ്രൈസ്, തടസ്സങ്ങൾ മാറണം. ഞാൻ പറയുന്നത് ഏറ്റവും വലിയൊരു തടസ്സം മാറാൻ കിടക്കുന്നത് ഡിസംബർ മാസത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ ജനറേറ്റർ അവിടെ ഇരിപ്പുണ്ട്. അത് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് കിട്ടിയാൽ ഇനി കറണ്ട് പോയാലും വന്നാലും നമുക്ക് പ്രശ്നമല്ല. സാജു, അടുത്ത ആഴ്ച കണക്ട് ചെയ്യും കേട്ടോ. ഞാൻ കാണുകയല്ല, നിങ്ങളൊക്കെ സ്വിച്ചോട്ട് ആരാധിച്ചോ, ഞാൻ കാണുകയല്ല. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് എല്ലാം ഉണ്ട്, പക്ഷേ ചില കൊച്ചു തടസ്സങ്ങൾ വന്നിട്ട് ജനറേറ്റർ മേടിക്കാനല്ല ബുദ്ധിമുട്ടുണ്ടായത്, ഇതിങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യാനാണ്. ഇന്ന് പകൽ മനസ്സിലാക്കണം, ഞാൻ ഇതേ വിഷയമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇരിപ്പുണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് മാറണം, ഈ അനുഭവം മാറണം, ഈ അവസ്ഥ മാറണം. ഇത് കുടുംബത്തിൻ്റെ അവസ്ഥ, ബിസിനസ്സിൻ്റെ അവസ്ഥ, ജോലിയുടെ അവസ്ഥ, ശുശ്രൂഷയുടെ അവസ്ഥ, സഭയുടെ അവസ്ഥ മാറണം. ആമേൻ. പണ്ടൊരാൾ പറഞ്ഞു, ദാരിദ്ര്യമുള്ള കാലത്ത്, ഒരു പക്ഷേ ഇറച്ചി തിന്നാൻ ആഗ്രഹിച്ച കാലത്ത്, ഇച്ചിരി ഐസ്ക്രീം തിന്നാൻ ആഗ്രഹിച്ച കാലത്ത് കിട്ടിയില്ല. ഇപ്പോൾ കിട്ടാൻ വന്നപ്പോൾ പ്രമേഹവും ഷുഗറും. ഇത് കിട്ടുന്ന കാലം വന്നപ്പോൾ പ്രമേഹവും ഷുഗറും എന്ന് വെച്ചാൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. അന്ന് ദാരിദ്ര്യം കൊണ്ട് അനുഭവിച്ചില്ല, ഇന്ന് രോഗം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. അവസ്ഥയ്ക്ക് മാറ്റം വരണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്മകൾ അനുഭവിക്കുന്നതിന് ഞങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തി വിട്ടുപോ. പ്രൈസ് ഗോഡ്. ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞു പോകാവൂ കേട്ടോ. ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ രണ്ടാലൊന്ന് അറിഞ്ഞേ പോകാവൂ. ഇനി ഈ പിശാച്, ഈ ശത്രു നമ്മളെ തടസ്സപ്പെടുത്താൻ ഇടയാകരുത്. വിഷയം എന്തുമാകട്ടെ, ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെട്ടേ പറ്റും. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൊത്തം വിടുതലുണ്ടോ? കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. സഭ മൊത്തം വിടുതലുണ്ടോ? വേണോ? കിട്ടുമോ? കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സഭ, ഫെയ്ത്ത് സിറ്റി സഭയിലെ സകല വിശ്വാസികൾക്ക് ഒറ്റ ആഴ്ച കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് സകല വിടുതലും കിട്ടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വായിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഈ സഭ തുടങ്ങിയ കാലത്ത് പ്രാർത്ഥിച്ചിട്ടിരുന്ന ഒരു വിഷയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നമ്മുടെ കൂടെ കൂടുന്നോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം. ആരൊക്കെ ഞങ്ങളുടെ കൂടെ കൂടുന്നോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം. ആരൊക്കെ ഫെയ്ത്ത് സിറ്റി കാലുകുത്തുന്നോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു ആരാധനയ്ക്ക് ഒരു വ്യക്തി വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരനുഗ്രഹമെങ്കിലും കിട്ടണം. ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ, യേശു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഒരനുഗ്രഹമെങ്കിലും നിങ്ങൾക്ക് തരാൻ യേശു മതിയായവനാണ്. ഐ ബിലീവ്. ഹല്ലേലൂയ.
പ്രൈസ് ഗോഡ്. ദാവീദിനെ സഹായിച്ച ദൈവം എങ്ങനെയാണ് ദാവീദിനെ സഹായിച്ചെന്നറിയാമോ? 1 ശമൂവേൽ 22 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 22 അധ്യായം 1 മുതൽ. 1 സാമുവേൽ ചാപ്റ്റർ 22 വേഴ്സ് 1. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ആര് വന്നു? സഹോദരന്മാരും പിതൃഭവനം ഒക്കെയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ആര് കൂടിയാലും സഹോദരന്മാരാണ്. ദൈവവചനം അനുസരിച്ച് ആര് വന്നവരും സഹോദരന്മാരാണ്. പ്രൈസ് ഗോഡ്. അടുത്തത് ആരാ വന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ വായിച്ച്. ഞെരുക്കമുള്ളവർ, ശ്രദ്ധിക്കണമേ, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടി ഇല്ലാത്തവർ, സന്തുഷ്ടി ഇല്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവരുടെ അടുക്കൽ അന്ന് ദാവീദിന്റെ സ്ഥിതി എന്തായിരുന്നു അറിയാമോ? വായിച്ചേ. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. 400 പേര് ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടി ഇല്ലാത്തവർ, അവരുടെ നേതാവ്. ഒന്ന് ആലോചിച്ചു, എന്തൊരു ഗതികേടാന്ന് ആലോചിച്ചു. പക്ഷേ അടുത്ത വാക്യം. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുവോളം എന്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. പ്രൈസ് ഗോഡ്. എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർക്കാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും പാർക്കാൻ ഒരു ഇടമില്ലാത്ത സ്ഥാനത്ത് 400 ദാരിദ്ര്യവാസികളുടെ തലവനായിട്ട് ദാവീദ് നടക്കുക. പ്രൈസ് ഗോഡ്. ഇരിക്കുമുള്ളവർ, കടമുള്ളവർ, സമാധാനമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകം, ഹല്ലേലൂയ, 1 ദിനവൃത്താന്തം 12 അധ്യായത്തിൻ്റെ 1 വാക്യം 2 വാക്യം വായിക്കുമ്പോൾ വായിച്ചു നോക്കി. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ ദാവീദിന് യുദ്ധത്തിൽ തുണ ചെയ്തു. പ്രൈസ് ഗോഡ്. കടമുള്ളവരും ഞെരുക്കമുള്ളവരും കഴിവില്ലാത്തവരും ഒരു കൂട്ടം വീരന്മാരായി തീർന്നു. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും യുദ്ധം. 8 വാക്യം. പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും, പരിചയം കുന്തവും എടുക്കാൻ പ്രാപ്തിയുള്ള വീരന്മാരും, യുദ്ധാഭ്യാസികളും ഗാദരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്നു. എന്നിട്ട് അവർ സിംഹമുഖന്മാരും. ഇന്ന് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഞെരുക്കത്തിൽ, കടത്തിൽ, ഭാരത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെയൊക്കെ സിംഹമുഖമുള്ളവരാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം ഈ അനുഗ്രഹം നിനക്കും നിന്റെ കുടുംബത്തിനുമുള്ളതാണ്, നിന്റെ തലമുറയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. അടുത്തത്. മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. വയലിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവർ. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ്റെ സ്റ്റാറ്റസ്. പ്രൈസ് ഗോഡ്. എത്ര സ്റ്റാറ്റസ് ഇല്ലാത്തവനെയും ദൈവകൃപ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഒരു സെലസ്റ്റിയൽ, സ്വർഗീയമായൊരു സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്ന, ആരോഹണം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആരാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് വിടുതലുണ്ടാവുമോ? നിശ്ചയമായിട്ടും ഉണ്ടാവും. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ചില കാര്യങ്ങളിൽ, ഞാൻ വിഷമിക്കുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് വിടുതൽ കിട്ടി. നിങ്ങൾക്ക് വിടുതൽ കിട്ടിയെങ്കിൽ ഒരു സ്തോത്രം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ, 2 വാക്യം ഒന്ന് വായിച്ച്. സങ്കീർത്തനം 124:2. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അവർ നമ്മളെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പക്ഷേ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒഴുകിപ്പോയില്ല, കവിഞ്ഞില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരു പ്രതികൂലവും എനിക്ക് എതിരായി വന്നില്ല. 144:6. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ അവരുടെ പല്ലിന്
ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. കൊടുക്കത്തില്ല കേട്ടോ. ശത്രുവിൻ്റെ പല്ലിന് നിന്നെ ഇരയായി കൊടുക്കുന്ന പ്രശ്നമില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, യാക്കോബേ, ഞാൻ ഇനി എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. എവിടെയെങ്കിലും വഴിയുണ്ടാക്കും, എങ്ങനെയെങ്കിലും വഴിയുണ്ടാക്കും. വേദപുസ്തകത്ത് ഒരു വാക്ക് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. സേല ഹമ്മ ഹെക്ലോത്ത്. സേല ഹമ്മ ഹെക്ലോത്ത് എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 23-ാം അധ്യായം 28-ാം വാക്യം. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേല ഹമ്മ ഹെക്ലോത്ത് എന്ന പേരായി. സേല ഹെമ്മ ഹെക്ലോത്ത് എന്ന പേരായി. സേല ഹെമ്മ ഹെക്ലോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? റോക്ക് ഓഫ് സെപ്പറേഷൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റോക്ക് ഓഫ് ഡിവിഷൻ. ദൈവത്തിന് സ്തോത്രം. റോക്ക് ഓഫ് ഡിവിഷൻ. പ്രൈസ് ഗോഡ്. ഒരു പാറ എനിക്ക് മുമ്പിൽ ചിലതിനെ വേർപിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. സേല ഹെമ്മ ഹെക്ലോത്ത്. ഇതെപ്പോഴാണ് ദാവീദ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ പിന്നെ നമുക്ക് ഒരു പേടിയുമില്ലാതെ ഈ നാട്ടിൽ നടക്കാം. ദാവീദ് പറഞ്ഞത് എപ്പോഴാണെന്ന് മനസ്സിലാക്കിയാൽ ശിഷ്ടായുസ് ധൈര്യമായിട്ട് ജീവിക്കാം. ദാവീദ് ഇപ്പോഴാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് രാത്രി നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. എപ്പോഴാണ് പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 16-ാം വാക്യം. അല്ല, അതിൻ്റെ 16 19-ാം വാക്യം മുതൽ 19. അനന്തരം സീഫ്യർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏറ്റിരിക്കുന്നെന്ന് എന്തുവാ? അവനെ, ശത്രുവായ ദാവീദിനെ രാജാവെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. അഖിലാം ദുർഗങ്ങളിൽ അവൻ ഒളിച്ചിരിപ്പുണ്ട്, വന്ന് അവനെ പിടിച്ചോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വായിച്ച സങ്കീർത്തനം എന്നാ? ശത്രുവിൻ്റെ പല്ലിന് ഇരയായി. എന്തോ വാക്യം നോക്കി വായിച്ചു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശത്രുവിൻ്റെ പല്ലിന് നമ്മളെ ഇരയായിട്ട് കൊടുക്കാത്തൊരു ദൈവമുണ്ടെന്ന് ഉറപ്പുണ്ടോ? നിനക്കെതിരായി സീഫിയരല്ല, ഗിബേന്യരല്ല, ഫെലിസ്ത്യരല്ല, ഏതാളുകൾ എത്ര ശക്തന്മാർ വന്ന് പറയട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ശത്രുവിൻ്റെ പല്ലിനേരെയായി നിന്നെ വിട്ടുകൊടുക്കത്തില്ല. കുറിച്ചിട്ടോ നിന്നെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. പ്രൈസ് ഗോഡ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് 100 എക്സ്പീരിയൻസ് കൂടുതലുണ്ട്, 100 കണക്കിന് എക്സ്പീരിയൻസ് ഉണ്ട്. ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 16-ാം വാക്യം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 23-ന്റെ. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന്. ശ്രദ്ധിക്കണമേ, ആ കാട്ടിൽ, ഒളിച്ചിരിക്കുന്ന കാട്ടിൽ, ദാവീദ് ആയിരിക്കുന്ന കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ദാവീദ് എവിടാണ് ഒളിച്ചിരിക്കുന്നതെന്ന് യോനാഥാൻ അറിയാൻ പറ്റും, പക്ഷെ രാജാവിന് അറിയാൻ പറ്റുകയില്ല. മനസ്സിലായോ? നിന്നോട് അടുപ്പമുള്ളവർക്കേ നിന്റെ അടുത്ത് വരാൻ പറ്റൂ. നിനക്ക് എതിരായി നിൽക്കുന്നവന് നിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. നീ എവിടാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഇതുപോലെ സഹായിക്കാൻ, ഇതുപോലെ വിടുവിക്കാൻ ഒരു ദൈവത്തിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ആമേൻ. പ്രൈസ് ഗോഡ്. ദോഷമായിട്ടൊന്നും എൻ്റെ നാഥൻ ചെയ്യുകയിൽ ഉറപ്പുണ്ടോ? നിന്നെ അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതിനകത്ത് ഒരു ദോഷവുമില്ല.
പ്രൈസ് ഗോഡ്. എൻ്റെ അപ്പന് നിന്നെ പിടികിട്ടത്തില്ല. അടുത്ത വാക്യം, നീ ഇസ്രായേലിന്റെ രാജാവാകും. എല്ലാ ഗതികെട്ടിരിക്കുമ്പോഴും യോനാഥാൻ വിളിച്ചു പറയുകയാണ്, ലാമിൻ ജീവനം കൊണ്ട് ഓടുമ്പോൾ വിളിച്ചു പറയുകയാണ്, എൻ്റെ അപ്പന് നിന്നെ പിടികിട്ടത്തില്ലെന്ന് മാത്രമല്ല, നീ ഇസ്രായേലിൽ രാജാവാകും. അവൻ യോനാഥാൻ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് മാറ്റം വരും. ഇപ്പോഴത്തെ ഈ ഓട്ടങ്ങൾ തീരും, ഈ ബാധകൾ തീരും, ഈ പ്രയാസങ്ങൾ തീരും, ഈ പ്രതികൂലങ്ങൾ തീരും, ഈ ദാരിദ്ര്യം തീരും. വിശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ മാറ്റം തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, വിഷമിച്ച് ഇവിടെ വന്നിരുന്നാൽ ഒരു വിടുതലുണ്ടെന്ന് പുൾപ്പിറ്റിൽ നിന്ന് കേൾക്കും. നിന്റെ പ്രശ്നത്തിന് വിടുതലുണ്ടെന്ന് പുൾപ്പിറ്റിൽ നിന്ന് കേൾക്കും. ഇത് വെറുതെ വിളിച്ചു പറയുന്നതല്ല, അത് യാഥാർത്ഥ്യമാണെന്നറിയും. പ്രൈസ് ഗോഡ്. അത് ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് രുചിച്ചറിയും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പുൾപ്പിറ്റിൽ നിന്ന് കേട്ടിട്ട് അതുപോലെ തന്നെ സംഭവിച്ചിട്ട് കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന അനുഭവമുള്ള കരം ഉയർത്തിയൊരു സ്തോത്രം പറയാമോ? ഇത്രയും പേർക്ക് അനുഭവമുണ്ടെങ്കിൽ, കരം ഉയർത്താൻ കഴിയാതെ വല്ലവരുമുണ്ടെങ്കിൽ അവരുടെ കാര്യം ഇന്ന് ശരിയാവണം. ഇന്ന് കാര്യങ്ങൾക്ക് മാറ്റം വരണം. ഇന്ന് 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 യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇനി നമുക്ക് സേലാഹെമ്മ ഹെക്ലോത്ത് എന്താണെന്ന് അറിയണമല്ലോ. 25 വായിക്കാം. ശൗലും അവന്റെ പടജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. ഇത് കേട്ട് ശൗലും അവൻ്റെ പടജനവും തിരയുവാൻ പുറപ്പെട്ടു. പക്ഷെ ഒരു കാര്യം മറക്കല്ലേ, ശത്രുവിന് പല്ലിന് ഇരയായിട്ട് വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ട്. അപ്പോൾ തിരയാൻ പുറപ്പെടുന്നു. അടുത്തത്, അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. അടുത്തത്, ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു പർവ്വതത്തിന്റെ അപ്പുറത്ത് ശൗല്, ഇപ്പുറത്ത് ദാവീദ്. അപ്പുറത്ത് പിടിക്കാനുള്ളവൻ, ഇപ്പുറത്ത് പിടിക്കപ്പെടാനുള്ള. അപ്പുറത്ത് അന്വേഷിക്കുന്നവൻ, ഇപ്പുറത്ത് അന്വേഷിക്കപ്പെടുന്നവൻ നടന്നു. അടുത്തത്, ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലിന്റെ കയ്യിൽ നിന്ന് പിടികിട്ടാതിരിക്കാൻ ദാവീദ് ബന്ധപ്പെട്ടു. അടുത്ത നിമിഷം, ശൗലും പടജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാൻ അടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ശൗല് തീരുമാനിച്ചു ഇവനെ വളഞ്ഞു പിടിക്കാൻ. പ്രൈസ് ഗോഡ്. ഇവനെ പിന്തുടർന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്നും വളയ്, ഇവിടെ നിന്നും വളയ്, ഇനി എവിടെ പോകുമെന്ന് അറിയാലോ തീരുമാനിച്ചു. എന്നിട്ട് അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദാവീദിന്റെ ദൈവം അവിടെ അയച്ചതാണ്. ഇന്ന് പകൽക്കാലം ചില ദൂതന്മാരെ അയക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്നെ വളഞ്ഞു പിടിക്കാൻ അടുക്കുമ്പോൾ, നിന്നെ നശിപ്പിക്കാൻ അടുക്കുമ്പോൾ, മുടിക്കാൻ അടുക്കുമ്പോൾ, ആമേൻ. ഈ വളഞ്ഞു പിടിക്കാൻ ഇങ്ങനെ അടുക്കുമ്പോൾ അടുത്ത് എത്താറായപ്പോഴത്തേക്കും ദേണ്ടറ ഒരു ദൂതൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, 4-ാം യാമത്തിലെ വിടുതലെന്ന് കേട്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ വിടുതലാണ് ഞാനീ പറയുന്നത്. നീ ക്ഷീണിച്ച് കുഴഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി എന്ന് ചിന്തിക്കുന്ന അവസാന നിമിഷത്തിൽ നിനക്കൊരു വിടുതലുണ്ട്. വെള്ളത്തിന്മേൽ നടകൊണ്ടവൻ അവൻ വരും. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ അത് ഏറ്റിരിക്കുക. വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ രക്ഷ പ്രാപിക്കും, രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചു ചെന്നൊന്ന് തൊട്ടു ടക്ക് വിടുതൽ കിട്ടി. അതുപോലെ അവൻ വരും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ ദൂതൻ്റെ പ്രത്യക്ഷത, നിന്റെ വിഷയത്തിൻ്റെ മടുക്ക് ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച്. ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫെലിസ്ത്യർക്ക് ആക്രമിക്കാൻ കണ്ട സമയമേ. ദൈവമക്കളെ മനസ്സിലാക്കണം. പണ്ട് ഒരു കാർട്ടൂൺ വന്നിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു വേടൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷിയെ ഇങ്ങനെ അമ്പ ചെയ്താൽ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആ അമ്പ ചെയ്യാൻ നിൽക്കുമ്പോൾ അവനെ കൊല്ലാനായിട്ടൊരു പാമ്പ് ഇപ്പുറത്തുനിന്ന് വരുന്നു, അവനെ വിഴുങ്ങാനായിട്ടൊരു കീരി അതിൻ്റെ പുറകെ വരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷിയെ വീഴിക്കാൻ വേടൻ നോക്കുന്നു, വേടനെ കൊത്താൻ പാമ്പ് നോക്കുന്നു, പാമ്പിനെ കൊല്ലാൻ കീരി വരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇതുപോലെ ഒരു പ്രവർത്തനം ദൈവത്തിന് നിനക്ക് വേണ്ടിയുണ്ട്. നിന്റെ നേരെ അമ്പയ്യാൻ നിൽക്കുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവനാ. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രു എത്ര പ്രാപ്തനായാലും, എത്ര ഉന്നം തെറ്റാതെ അമ്പയ്യാൻ കഴിവുള്ളവനായാലും, എത്ര ശക്തനായാലും ഒരമ്പ് പോലും എയ്യാൻ സാധിക്കാതെ കണ്ട് നിന്റെ ദേശത്ത് സമാധാനം വരുത്തുവാൻ, നിന്റെ വീട്ടിൽ സമാധാനം വരുത്തുവാൻ കഴിവുണ്ട്. എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ നമ്മുടെ ജോർജ് മേഴ്സിയൊക്കെ ഒരു ലാബ് നടത്തുന്നറിയാമല്ലോ. ഒരിക്കൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭയങ്കര സന്നാഹത്തോടു കൂടി, മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസോടുകൂടി ഒരു ലാബ് വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവർക്ക് മനസ്സിലായി ചിലപ്പോൾ ഇത് നമ്മൾ പൂട്ടിപ്പോകേണ്ടി വരും. പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പൂട്ടുകയില്ല, അവൻ പൂട്ടിക്കോളും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. നമ്മൾ കൂടോത്രം ചെയ്യാൻ പോകണ്ട, ആഭിചാരം ചെയ്യാൻ പോകണ്ട, അവനെ നശിപ്പിക്കാൻ പോകണ്ട, അവനെതിരെ അപവാദം പറയാൻ പോകണ്ട. ഇതെല്ലാം ഒന്നും ചെയ്യാതെ നിൻ്റെ ദൈവത്തോട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. എൻ്റെ ദൈവത്തോട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ആമേൻ. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 3 മാസം നിന്നില്ല. വാടക കൊടുക്കാൻ പോലും കാശില്ലാതെ എല്ലാം പൂട്ടിക്കിട്ടി സ്ഥലം വിട്ടു. ഇന്ന് പകൽ നീ ഒന്നും ചെയ്യണ്ട, നിൻ്റെ ദൈവത്തെ ഏൽപ്പിക്കുക. നിൻ്റെ വിഷയം ദൈവത്തെ ഏൽപ്പിക്കുക. നിൻ്റെ ഭാരം യഹോവയെ ഏൽപ്പിക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നമ്മെ പുലർത്തും. പ്രൈസ് ഗോഡ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇന്ന് ഇത് ഇട്ടട്ടെ പോകാവൂ. ഏതായാലും ഈ ചൂടത്തിരുന്ന് വേകുക. പ്രയോജനം ഉണ്ടാകണം. ഞാൻ പറയാം, ഇപ്പോൾ ഈ അനുഭവിക്കുന്ന അത്യുഷ്ണത്തിനൊരു പ്രയോജനം വരുമ്പോൾ മനസ്സിലാകും. ചുമ്മാതല്ല ഞങ്ങൾ വെയിൽ കൊണ്ടത്, ചുമ്മാതല്ല ഞങ്ങൾ ചൂടേറ്റത്, എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ ആരെങ്കിലും തീച്ചുള കിടപ്പുണ്ടോ? ഒരു തീച്ചുളയുടെ അനുഭവം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 4-ാമൻ വരാറായി. 3 പേരല്ലയോ കെട്ടപ്പെട്ടവരായി തീച്ചുളയിൽ വീണത്. അവരുടെ കൂടെ ഒരു 4-ാമൻ നടക്കുന്നു. അവരുടെ കെട്ടുകൾ അഴിഞ്ഞവരായി നടക്കുന്നു. ഇന്ന് വേൽക്കാലം നിന്റെ ഭാരങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ പ്രതികൂലങ്ങൾ നിന്നെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരപ്പുറത്തുനിന്നും അടുത്ത് ഇവരിപ്പുറത്തുനിന്നും അടുത്ത് ദൂതം വന്നിച്ച് പറഞ്ഞ് ഫെലിസ്ത്യർ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ശൗലേ ക്ഷണം വരണം, വേഗം വരണം. ദാവീദൊക്കെ അവിടെ കിടന്നോട്ടെ. നിന്റെ തൊപ്പി തെറിക്കാൻ പോവുക, നിന്റെ കൊട്ടാരം പോകാൻ പോവുക, നിന്റെ ഭരണം പോകാൻ പോവുക, നിന്റെ സിംഹാസനം പോകാൻ പോവുക, നിന്റെ രാജ്യം പോകാൻ പോവുക, നിന്റെ അധികാരം പോകാൻ പോവുക. ഈ പാവപ്പെട്ടവൻ്റെ പുറകെ നടക്കുന്നത് വിട്ടിട്ട് നീ അങ്ങോട്ട് ചെല്ലാൻ. പാവപ്പെട്ട നമ്മുടെ പുറകെ ഒരു പരിധിക്കപ്പുറത്ത് വരാൻ എത്ര ശക്തനായാലും, എത്ര അധികാരമുള്ളവനായാലും, എത്ര കഴിവുള്ളവനായാലും സമ്മതിക്കത്തില്ല. അതിന് എനിക്കും നിനക്കും മധ്യേ സേല ഹെമ്മ ഹെക്ലോത്ത് എ ബ്ലോക്ക് ഓഫ് ഡിവിഷൻ എൻ്റെ ദൈവം വയ്ക്കും. നിങ്ങൾ മനസ്സിലാക്കണം, മാവോൻ മരുഭൂമിയിലെ പർവ്വതത്തിന് സാധിക്കാത്തത് ദൈവം ഒരൊറ്റ ദൂതനെ വിട്ട് സാധിപ്പിച്ചു. അടുത്ത വാക്യം. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടർന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേല ഹമ്മ ഹ്ലെക്കോത്ത് എന്ന പേരായി. റോക്ക് ഓഫ് ഡിവിഷൻ. പ്രൈസ് ഗോഡ്. ദാവീദ് ചുമ്മയാണ് പറഞ്ഞത് യഹോവ എൻ്റെ പാറയാണെന്ന്.
ഇന്ന് പകൽക്കാലം നിനക്ക് നിൻ്റെ ശത്രുവിന് മധ്യേ ഒരു റോക്ക് ഓഫ് ഡിവിഷനായി, ഒരു റോക്ക് ഓഫ് സെപ്പറേഷനായി, നിന്നെ വിടിവിക്കുന്ന പാറയായി, നിന്നെ സഹായിക്കുന്ന പാറയായി എൻ്റെ ദൈവം നിൽക്കുന്നുണ്ട്. നിൽക്കും 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 നിൽക്കും. വിശ്വസിക്കാൻ സാധിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ശൗല് ദാവീദിനെ പിന്തുടരുന്നത് മതിയാക്കി അവനെ വിട്ട് മടങ്ങിപ്പോയി. വിശ്വാസ കണ്ണുകൊണ്ട് ഞാനും കാണുന്നു ചിലരെ പിന്തുടരുന്ന ശൗലിനെ പോലുള്ള ശക്തികൾ നിങ്ങളെ പിന്തുടരുന്നത് വിട്ട് ഇന്ന് മതിയാക്കി മടങ്ങിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതലിൻ്റെ ശക്തി വ്യാപരിക്കണമേ. എന്നിട്ട് നമ്മൾ പറയണം 124 സങ്കീർത്തനത്തിൻ്റെ 7ഉം 8ഉം വാക്യം. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ, വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ ഒരു വഴുതി പോരുന്നൊരു അനുഭവത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു? നാശത്തിൻ്റെ വക്കത്തെത്തിയതാണ്. നന്മയുടെ നന്മ കാണുകയില്ലെന്ന് ചിന്തിച്ചതാണ്. പക്ഷെ ഞാൻ വെളിയിൽ കടന്നു. ഞാൻ അത് ശത്രുവിൻ്റെ അതിർത്തിയിൽ നിന്ന് വെളിയിൽ കടന്നു. ഇനി എന്നെ പിന്തുടരാൻ സാധിക്കാതെ വണ്ണം ഞാൻ വെളിയിൽ കടന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. സിബി ആണെന്ന് പറഞ്ഞു തോന്നുന്നു ഒരു ദിവസം, ഇത് ഫൈനാൻഷ്യൽ ഇയർ ആണ്, പ്രൈസ് കോഡ്, അതിൻ്റെ തുടക്കമാണെന്നൊക്കെ, ഏപ്രിൽ മാസത്തിൻ്റെ. ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ഏപ്രിൽ മാസം 30-ാം തീയതിക്കകം ചില പുത്തൻ അനുഭവങ്ങളുടെ തുടക്കമാകണം. ആമേൻ. ലെറ്റ് സംതിങ് ന്യൂ in the name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ. ഇന്നുവരെ കാണാത്തത് ചിലത് കാണുവാൻ, ഇന്നുവരെ പ്രാപിക്കാത്തത് ചില പ്രാപിക്കാൻ, ചില പുത്തൻ അനുഭവങ്ങൾ, പുത്തൻ അനുഗ്രഹങ്ങൾ, പുത്തൻ സൗഖ്യങ്ങൾ, പുത്തൻ വിടുതലുകൾ, പുത്തൻ ഉയർച്ചകൾ. ആമേൻ. ഈ ദൈവവചനത്തിൽ കൂടെ ഇവിടെ പറഞ്ഞതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സംശയമില്ല കേട്ടോ. കാരണം വാക്സിനേറ്റ് സർവീസിൽ 31-ാം തീയതി വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഭൂകമ്പം, പ്രൈസ് ഗോഡ്, വരൾച്ച, അത്യുഷ്ണം. വാക്സിനേറ്റ് സർവീസിൽ പറഞ്ഞതാണ്. ഓർമ്മയിലൊരു സ്വത്രം ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർക്കിത് നഷ്ടത്തിൻ്റെ അൺലക്കി വർഷമാണ് 13, എന്നാൽ നമുക്കിത് ലക്കി വർഷമാണ്. അതും നടക്കും. This 2013 is a lucky year. കേട്ടോ? അപ്പം നിങ്ങൾ ഭൂകമ്പം കാണുമ്പോൾ പേടിക്കുകയല്ല വേണ്ടത്. എൻ്റെ വിടുതൽ അടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ ഇനിയും ഇനിയൊരു അനാവൃഷ്ടിയുടെ കൂടെ ഒരു അതിവൃഷ്ടി വരുന്നുണ്ട്. ഈ വർഷത്തെ മഴ എന്തായിരിക്കുമെന്ന് നിങ്ങൾ കണ്ട് നോക്കിക്കോണം. കൊച്ചു മഴയൊന്നുമില്ല പെയ്യാൻ പോകുന്നത്. ജനങ്ങൾ ഭൂലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കി പാർത്തുകൊണ്ട് നിർജീവന്മാരാകുമെന്ന് പറഞ്ഞ പോലെ കാലാവസ്ഥ രൗദ്രഭാവത്തിൽ ഇവിടെ കിടന്ന് താണ്ഡവനൃത്തമാടും. പക്ഷെ ഒരു കാര്യം നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമുടി പോലും കൊഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. 31-ാം തീയതി വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ വർഷം ഇടിവെട്ടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടമാനം ഉണ്ടാകും. വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഈ കണ്ടതൊന്നുമല്ല, ഭയങ്കര ഇടിവെട്ടുകളുണ്ടാകും. എൻ്റെ നിൻ്റെയൊക്കെ വീടിനെ ഏക്കാതിരിക്കാം ശക്തമായി പ്രാർത്ഥിച്ചോണം. അല്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടൊക്കെയാണ് ഒരു വശം ചിലപ്പോൾ പോവും. മനസ്സിലായിക്കോണം. ആരാധിക്കേണ്ട ദൈവത്തെ ആരാധിക്കേണ്ടതുവരെ ആരാധിച്ചില്ലെങ്കിൽ നിൻ്റെ മർമ്മസ്ഥാനത്ത് കൊള്ളും. ദൈവത്തിൻ്റെ വചനത്തിൽ തെറ്റ് വരത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗം. ഇവിടെ ഇരുന്നിട്ടുള്ള ഈ പിത്തം പിടിച്ച ആരാധനയൊന്നും ചിലപ്പോൾ രക്ഷിക്കത്തില്ല. ശക്തിയോടെ ദൈവത്തെ വിളിക്കേണ്ടി വരും. ആമേൻ. ഞാനൊരു സത്യം പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എടാ, യോനാ പ്രവാചകന് കർത്താവ് പറഞ്ഞ കാര്യം കേട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിനവേ പട്ടണത്തിലേക്ക് ചെന്ന് ഒരൊറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നേക്ക് 40 ദിവസത്തിനകം നിനവേ ഉന്മൂലമാകും. ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം പുള്ളി എന്തെന്നറിയാമോ? പറഞ്ഞത് കേട്ടില്ല. എത്ര പറഞ്ഞിട്ടും മത്സരിക്കുകയും അനുസരിക്കുകയും ചെയ്യാതിരുന്ന യോനെ എന്ത് ചെയ്യുന്നറിയാമോ? അവസാനം ഒരു സെൻറ്റൻസ് പറയുന്നതിന് പകരം പാതാളത്തിൻ്റെ ഉള്ളിൽ കയറി, തിമിംഗലത്തിൻ്റെ വയറ്റിൽ കയറി അവിടെ കിടന്ന് അയ്യം വിളിപ്പിച്ചെന്ന് എഴുതിയേക്കുന്നത്.
അയ്യമ്പിളി ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. ആരാധനയിൽ ഒരു കാഹളം ഉയരട്ടെ, ആരാധനയിൽ ദൈവശബ്ദം ഉയരട്ടെ, ആരാധനയിൽ കൃപയോടെ ദൈവത്തെ ആരാധിക്ക്. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി, ഇന്നലെ മിനിയാന്ന് നിന്നു. പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അവിടെ ഒരു ആരാധനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ടായിരുന്നു? എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് വരെ കൈയടിക്കാത്ത ഞാൻ അന്ന് കൈ അടിച്ചെന്ന് പറഞ്ഞു. എടാ, ഒരാരാധനയ്ക്ക് വന്ന് കയറിയ ഒരു വ്യക്തി ഫേസ്ബുക്കിൽ വന്നിട്ട് പറയുകയാണ്, അന്ന് വരെ ഞാൻ കൈയടിച്ചിട്ടില്ല, പക്ഷെ അന്ന് ഞാൻ കൈയടിച്ചെന്ന്. പ്രൈസ് ഗോഡ്. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എല്ലാവരും അതുപോലെ പറഞ്ഞേച്ചാൽ മതി എന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരിക്കൽ ഐസ്റ്റാൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ആളുകളെ കൂടെ നിർബന്ധിച്ചൊക്കെ കൈയടിച്ചാൽ വരുന്നവർ പിന്നെ വരാതാവും എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഏതാണ്ട് 1.5 കൊല്ലം അല്ലേ? അതിനേക്കാൾ ആൾ കൂടിയിട്ടേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, സർവശക്തനെ ആരാധിക്കാനല്ലാതെ എനിക്ക് വേണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല, ഞാനൊന്നും ചോദിക്കുന്നുമില്ല. ഒരു കാര്യം എനിക്കറിയാം, യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ. ആരാധനയിൽ നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ ചിലതുണ്ടെന്ന് മനസ്സിലാക്കണം. നിന്റെ ഇനി സങ്കീർത്തനക്കാരൻ പറഞ്ഞു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ. മേരി കോവൂർ പ്രസംഗിച്ചപ്പോൾ ഒരു കാലം ഇപ്രകാരം പറഞ്ഞു, പ്രൈസ് ഗോഡ്, 2 കോല് കയ്യും കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചു. എടാ, ഒരു പന്ത് പോയതിന് കൈയടിക്കാമെങ്കിൽ കർത്താവിന് വേണ്ടി ഒന്ന് കരമടിക്കാൻ എന്താ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, ആരാധന പോലെ ആരാധന വരുത്താതെ, ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതെ വിടുതൽ കിട്ടത്തില്ല. നമ്മുടെ വിടുതൽ ആരാധനയില്ല. നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ വീടിൻ്റെ, നിന്റെ ബിസിനസ്സിൻ്റെ, ജോലിയുടെ, നിന്റെ വിഷയം എന്തായാലും ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതെ വിടുതൽ കിട്ടത്തില്ല. എന്നെ നിന്നെയും ആരാധന ദൈവം പാടിപ്പിച്ചേ അടങ്ങും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒഫൻഡ് ആയാലും ഞാനൊരു കാര്യം പറയാം, ആർക്ക് പ്രയാസം തോന്നി ഞാനൊരു കാര്യം പറയാം. ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് ഒരു റിസർവേഷനും എനിക്കില്ല, നിങ്ങൾക്കും പാടില്ല. പ്രൈസ് ഗോഡ്. കാരണം 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ നിലത്ത് ഇട്ടെന്ന വച്ചെന്നല്ല പറയുന്നത്, നിലത്ത് ഇട്ടു. എന്തുകൊണ്ട്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ആരാധകന് പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വെരി ഈസി, വെരി ഈസി. എൻ്റെ ജീവിതത്തിൽ 1000കണക്കിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആരാധിച്ചാണ് ജയമെടുത്തിട്ടുള്ളത്. ഞാൻ ഉപവസിച്ചല്ല കേട്ടോ, ഞാൻ ഉപവസിച്ച് വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവസിച്ച് പട്ടിണി ഇരുന്ന് സമരം ചെയ്ത് ദൈവത്തോട് മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ദൈവത്തെ അങ്ങ് ആരാധിക്കും.
എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകനായ ഒരുവനുണ്ടെന്ന് കണ്ട് അവനെ മതിമറന്ന് ആരാധിച്ച നിമിഷങ്ങളിൽ എനിക്ക് വിടുതൽ വന്നിട്ടുണ്ട്. ആമേൻ. അപ്പം എനിക്ക് അനുഭവമുള്ളതാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളും അതുപോലെ വിടുതലെടുക്കണമെന്ന് വെച്ചാൽ പറയുന്നത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്, ദേഷ്യം കൊണ്ടല്ല, നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ ഞാനൊരു കാര്യം പറയും, ചിലർക്കൊക്കെ പ്രശ്നം വരുമ്പോൾ ഭയങ്കര കയ്യടിയായിരിക്കും. പ്രശ്നം മാറിയാൽ എങ്ങനെ അറിയാമെന്നറിയാമോ? ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലായിക്കണം ഇപ്പോൾ പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, ഇനിയത്തെ പ്രശ്നം വരുമ്പം നമ്പർ ഇറക്കി ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം. ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴാണോ ശരിക്കും കൈയടിച്ച് ആരാധിക്കാൻ പറ്റുന്നത്? കൈ ഫ്രീ ആയിരിക്കുമ്പോഴാണോ? കാല് ഫ്രീ ആയിരിക്കുമ്പോൾ അല്ലേ? പക്ഷേ പ്രൈസ് ഗോഡ്, പൗലോസും ശീലാസിനും അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരങ്ങ് ആരാധിച്ചു. പക്ഷേ ഒരു ഗുണം അവർക്കുണ്ടായിരുന്നു, നമുക്കില്ലാത്തൊരു ഗുണം. ആമീൻ. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടും ചങ്ങലകൾ പൊട്ടിയിട്ടും വാതിലുകൾ തുറന്നിട്ടും ആരാധന തുടർന്നു. ഇതുപോലെ ദൈവത്തെ ആരാധന തുടർന്നാൽ നിന്റെ കുഞ്ഞിന് നന്മ കിട്ടും, കുടുംബത്തിൽ നന്മ കിട്ടും, ഐക്യത്തിൽ വിശേഷത്തിൽ നന്മ കിട്ടും, ബിസിനസ്സിൽ നന്മ കിട്ടും, എല്ലാത്തിലും നന്മ കിട്ടും. ആമേൻ. അപ്പം അതുകൊണ്ട് ആരാധനയിൽ കൂടെയുള്ള വിടുതൽ നിങ്ങൾ എടുത്തോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ അസറ്റ്, അതാണ് നമ്മുടെ എല്ലാത്തിനും വലിയ ഭാഗ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു പാട്ടിൻ്റെ അടികൾ പാടിയ ശേഷം ദൈവത്തിന് സ്തോത്രം, നമുക്കിവിടെ സാധാരണ പാടിയിട്ടുള്ളതൊരു പാട്ടാണ്, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു. എന്നെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാഴുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാഴുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിലച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിലച്ചതല്ല. ദൈവമേ, നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നീക്കായി നൽകിയിരുന്നു. ദൈവമേ, നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നീക്കായി നൽകിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറ്റൊരു കൂടെയോ തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. അവൻ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിരിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ നീ മാത്രമാണ് നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആമേൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആമേൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആമേൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രം അനുഭവത്തിൽ നിന്ന് പാടാം. ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനൊരു കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനൊരു കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാലെഴുതുവാനിടവന്നില്ല. 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 നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. പിന്നെ കാലിടറുവാനിടവന്നില്ല. എങ്ങനെടുവാനിടവന്നില്ല. ദൈവമെന്ന് പിന്നെ കാലിടറുവാനിടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. പിന്നെ കാലിടറുവാനിടവന്നില്ല. ആരാധിപ്പാൻ കാരണമുണ്ട്. പാടാനൊരു കാരണമുണ്ട്.
ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പ്രൈസ് ലോർഡ്. പാട്ടുകാരൻ പറയുന്നു, പിന്നെ കാല് ഇടറാൻ ഇടവന്നില്ല, ദൈവം എൻ്റെ നിലവുകൾ മാറ്റി എഴുതി. ഈ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ 21-ാം തീയതി ഞായറാഴ്ച 12:15 മണിയായ സമയത്ത് ദൈവം ചില നിലവുകൾ മാറ്റി എഴുതുന്ന ദിവസമാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ആയിരിക്കത്തില്ല. വി വിൽ ബി ഇൻ ലോസ് ഏഞ്ചലസ്.